ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോവിന്ദപുരം റോഡിലാണ്. ഗോവിന്ദപുരം റോഡാണെന്നറിയാലോ, നമ്മുടെ കാലിക്കറ്റാണ്. കാലിക്കറ്റ് ഗോവിന്ദപുരം റോഡിൽ ഗോവിന്ദപുരത്ത് തന്നെ അതിൻ്റെ തൊട്ട് പുറകിലാണ് മിംസ്, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മളിന്ന് കയറാൻ പോകുന്ന ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേരാണ് മെസ്ബാൻ എക്സ്പ്രസ്. ഞാൻ അപ്പോൾ അതിന് മുമ്പിൽ തന്നെ നിൽക്കുവാണ്. മെസ്ബാൻ എക്സ്പ്രസ് ഇവിടെ നല്ല മലബാർ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ മലബാർ ഭക്ഷ്യമേള കൂടി നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വരാൻ കാര്യം. ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ കയറിയിട്ട് അറിയാം. വാ. നമസ്കാരം. നമ്മളെ വെൽക്കം ചെയ്യാൻ എൻ്റെ മാനേജർ തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഹരിദാസ്. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ട് മലബാർ ഭക്ഷ്യമേള നടക്കുന്നുണ്ട്. അതെ അതെ. മെയിനായിട്ട് എന്നോട്ട് എന്ന് വരെയാണത്? ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ വരെ, അതായത് 3 ദിവസത്തേക്ക്. വെള്ളി, ശനി, ഞായർ 3 ദിവസത്തേക്കാണ് മലബാർ ഭക്ഷ്യമേള. ഇത് ലൈനിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭക്ഷ്യമേള കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ഇതിനകത്ത് ആട്ടിൻതലയുണ്ട്, കൂന്തലുണ്ട്, പിന്നെ നമ്മുടെ കടുക്ക വരട്ടിയത് എല്ലാം പല ഭക്ഷ്യ വിഭവങ്ങളും ഉണ്ട്. ഇവിടെ വന്ന് ചോദിച്ചാൽ അതെല്ലാം കിട്ടും ചെയ്യും. അതെ, ഇത് തീർന്നാലും ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് വന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും മലബാർ ഭക്ഷ്യമേള കഴിഞ്ഞാലും വീണ്ടും ഈ വിഭവങ്ങളൊക്കെ ലഭ്യമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എത്ര നാളെ നമ്മൾ മെസ്ബാൻ തുടങ്ങിയിട്ട്? മെസ്ബാൻ ഹൈവേ ശരിക്കും മെസ്ബാൻ ഒരു 5 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. പക്ഷേ മെസ്ബാൻ എക്സ്പ്രസ് എന്നുള്ള പേരിൽ ഇതിപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുണ്ട്. 4 മാസമേ ആയിട്ടുണ്ട്. അതെ അതെ. നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് നാടൻ വിഭവങ്ങളാണോ അതോ? തീർച്ചയായിട്ടും തനിനാടൻ വിഭവങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അതായത് ചീക്കി ചിക്ക് ഫ്രൈഡ് ചിക്കൻ എന്ന പേരിൽ ഒരു ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഓൾറെഡി ഉണ്ട്. പിന്നെ കുറെ അറബിക് ഡിഷസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ നാടൻ ഫുഡ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ ക്രിസ്പി, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അത് കൂടാണ്ട് അറബിക് ഡിഷസും ധാരാളമായിട്ടുണ്ട്. അതിങ്ങനെ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അറബിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഏരിയയിൽ. ഉണ്ട്, അതെ തീർച്ചയായിട്ടും. അത് ഈ ഒരു പ്രത്യേകിച്ച് മിംസിന്റെ അടുത്തുമാണ്. മിംസിന്റെ അടുത്താകുമ്പോൾ ഒരുപാട് അറബിക് കസ്റ്റമേഴ്സ് കൂടെ വരുന്നുണ്ട്. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പം അൽഫഹാം, ഷവായി അതുപോലുള്ള ഐറ്റംസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും നാടൻ ആണല്ലോ, നമുക്ക് നാടൻ ഐറ്റംസ് ആണ് ഇന്ന് എന്തായാലും ഇവിടെ നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റും. ഉള്ളിൽ കാണാം, കിച്ചണിലോട്ടും പോവാം. ഭക്ഷ്യമേള കൂടി നടക്കുന്ന കാരണമുണ്ട് നല്ല തിരക്കുണ്ട് അല്ലേ? കയറുമ്പോൾ തന്നെ നല്ല ഫ്രൈയുടെ മണം. ചെല്ലുമ്പോൾ തന്നെ എന്നെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ബിരിയാണികളാണ്. ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ബിരിയാണിയിൽ സൈഡിൽ ഇരിപ്പുണ്ട്. ഇതെന്താ ഈ കളറുള്ള ബിരിയാണി? ഇത് കബ്സ. ഇറച്ചിച്ചോറാണിത്. അതിൻ്റെ ഒപ്പം ബിരിയാണി. ഇവിടെ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിങ്ങനെ പൊന്തി അല്ലേ, എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മളുണ്ട നല്ല ചൂടുണ്ട്. അതിനകത്ത് കാലിങ്ങനെ പൊന്തി നിൽക്കും. അത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതിപ്പിക്കാൻ വേണ്ടി. അത് നമ്മുടെ ചമ്മന്തി അല്ലേ, ബിരിയാണിക്കുള്ള ചമ്മന്തി, സാലഡ്, നാരങ്ങ എല്ലാം. കിച്ചൺ നമുക്ക് അങ്ങോട്ട് പോവാം. തീർച്ചയായിട്ടും. ഇദ്ദേഹമാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ്, അതായത് മെസ്ബാൻ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഷെഫാണ് മിസ്റ്റർ ജുബീർ. അപ്പൊ ഇത് ഒരു സിംഗിൾ സ്ഥാപനമല്ല. അല്ല ഹോട്ടൽ അസ്മ ടവറിലെ അസ്മ ഗ്രൂപ്പിൽ റെസ്റ്റോറൻ്റാണിത്. ഈ ബഹളം ഒന്ന് വിചാരിക്കരുത്, വെറുതെ ഒന്ന് ബഹളം ഉണ്ടാക്കുകയല്ല. നല്ല തിരക്ക് നമ്മൾ വന്നവഴി കണ്ടല്ലോ. അവർക്ക് ഭക്ഷണങ്ങൾ നല്ല സമയത്ത് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തിരക്കാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ പാചകത്തിലോട്ട് കിടക്കാം. ആ സൈഡിലോട്ട് പോകാതെ. അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെ കിച്ചണിൽ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുക. ആദ്യം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് ഷെഫേ? ആദ്യം നമ്മൾ ആട്ടിൻ തലയുടെ കുറുമ. മച്ചാനെ സീനാണ് ആട്ടിൻ തല. അതിന്റെ കുറുമ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിന്റെ ഒരു ഫാമിലി ഫുഡാണ്. പുള്ളി അല്ലാണ് ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ നമുക്ക് മലബാറിന്റെ ട്രഡീഷണൽ ഫുഡുകൾ അനിലിന്റെ വീട് ഇവിടെ തന്നെയാണ്, കാലിക്കറ്റ്. പുള്ളി ഇതില് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് ഫാമിലി ഫുഡിലാണ്. നമ്മുടെ അനിലേട്ടൻ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മുടെ ചോപ്ഡ് ഓണിയനും ടൊമാറ്റോ, ചോപ്ഡ് ഓണിയനും ചോപ്ഡ് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇടുന്നു, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചതച്ചതാണല്ലേ, വെളുത്തുള്ളി ചതച്ചാണല്ലോ ഇട്ടത്. ചോപ്പ് ചെയ്താണ്, ചോപ്പ് ചെയ്തത്. ഇഞ്ചി സ്ലൈസ് ചെയ്ത നമ്മുടെ ചില്ലി, ഗ്രീൻ ചില്ലി, കുറച്ച് ഇതും സ്ലൈസ് ചെയ്ത നമ്മുടെ ജിഞ്ചർ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കർലീസ്, നമ്മുടെ കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, ചോപ്ഡ് മല്ലിച്ചപ്പ്, കൊറിയാണ്ടർ, മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്ത പിന്നെ മല്ലിയില, മസാലകളാണ് നമുക്ക് വേണ്ടത്. മല്ലിപ്പൊടി, ഓക്കെ. പിന്നെ ഒരു ലിറ്റിൽ മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. നമ്മുടെ ആ ഒരു ടോക്സിൻസിൻ്റെ എല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി, ടോക്സിൻസ് എല്ലാം പോവുമല്ലോ, അതാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടേക്കണേ. നമ്മൾ കുറച്ച് എണ്ണ, കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഓക്കെ. എന്തായാലും നമ്മളെ വെള്ളം എത്തിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ വെള്ളം ഒഴിച്ചു, ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഓക്കെ. കവർ ചെയ്യുക. ഓക്കെ. അടച്ചങ്ങ്. നമ്മൾ ഒരു കാര്യം മറന്നുപോയി, എന്താ? സാലഡ് ഇട്ടില്ല, ഉപ്പിട്ടില്ല. എന്താണ് ബ്രോ, നമ്മൾ ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പോവാണ്. നമ്മൾ അതിനകത്തൊരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ. നമ്മളത് നമ്മൾ നേരെ കവർ ചെയ്യാൻ പോവാം. അമ്മേ നന്നായി ഐശ്വര്യമില്ലാത്ത ഇതാണിപ്പോ കൈ ഫ്രൈ ആയത്. ഓക്കെ. ഇനി നമ്മൾ സോയിൽ ഇരിക്കുന്നത് അതൊരു 25 മിനിറ്റ്സ്. 3 വിസിലായാലും സംഭവം കറി റെഡിയാണ്. നമുക്ക് അങ്ങോട്ട് അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ മസാല അടിക്കാം. നമ്മൾ മസാല അടിക്കാൻ പോവാണ്. ഓയിലല്ലേ, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെയാണ് നമ്മൾ മസാലയിലേക്ക് ഇറങ്ങുന്നത്. മസാലയിലുണ്ട്. അപ്പോൾ ഇതാദ്യം നമ്മുടെ എല്ലാത്തിലും ചെയ്യുന്ന പോലെ നമ്മുടെ ഉള്ളി, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഗാർലിക് ആൻഡ് ജിഞ്ചർ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുവാണ്.